ഒരുപാട് വെറൈറ്റി പുട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ ചെമ്പാ പുട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള പൗഡറാണ്, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഇത് ഉണ്ടാവുക. ഇതൊന്ന് പുട്ടിനായിട്ട് നനച്ച് വരുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ലോണം വെള്ളം കുടിക്കുന്ന ഒരു പൊടിയാണ്. നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിന്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി സോഫ്റ്റ് ആവും. ഞാനൊരു ചെറിയ ചൂടുവെള്ളത്തിലാണ് പൊടി നനച്ചത്. ഒരു പ്രത്യേക മണം ഉണ്ടായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമ്മുടെ മെയിൻ പരിപാടി, പുട്ടിന് ആവശ്യമുള്ള തേങ്ങ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ചിരട്ടപ്പുട്ടിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത് അതുപോലെ തന്നെ. ഈ ഒരു രീതിയിൽ പുട്ടുണ്ടാക്കുമ്പോൾ കുക്കറിൽ വേറെ എന്തെങ്കിലും വേവിക്കുകയും ചെയ്യാം, ഒപ്പം നമ്മുടെ പുട്ടായി കിട്ടുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഇത് കുക്കറിന്റെ മുകളിൽ വെച്ചു. നല്ല ആവി വരുന്ന സമയത്താണ് ഇത് കുക്കായി എന്നുള്ളത് മനസ്സിലാവുക. അപ്പൊ നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റാണ്. അങ്ങനെ ബാക്കിയുള്ള പുട്ടൊക്കെ ചെയ്തെടുത്തു. സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയില് കാണാനായിട്ട്. കാണുന്ന പോലെ തന്നെ ഇത് കഴിക്കാനും നല്ല സ്വാദാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇന്നൊരു കട്ടൻ ചായയും കടലക്കറിയാണ് കഴിക്കുന്നത്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.